മുത്തുംപഴത്തിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ ഒ.എൻ. സാറിൻ്റെ പാട്ടുകളിലെ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പാടുക, പാടി, പാട്ട് എന്ന് പറയുന്ന ഭാഗം എവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണ വിഷയം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിമനോഹരമായൊരു ചിത്രം, കാവ്യം പോലെ അക്ഷരങ്ങൾ. എം.ടി. സാർ, ഐ.വി. ശശി സാർ ടീമിൻ്റെ ഒരു ചിത്രമാണ്. ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടുള്ളതാണ്. ഇതിൽ സീമ എന്നുള്ള നടിയുടെ ഗംഭീര പ്രകടനമാണ്. മമ്മൂട്ടി സാർ ജയദേവൻ എന്നുള്ള കവിയായിട്ട് അഭിനയിക്കുന്ന ചിത്രമാണ്. സുഹാസിനി എല്ലാവരും ഉണ്ട്, വലിയ താരനിരയാണ്. കൊടിയേറ്റം ഗോപി സാർ എല്ലാവരും ഉള്ള സിനിമയാണ്. അതിമനോഹരമായ ചിത്രമാണ്. ഇതിൽ 4 ഗാനങ്ങളുണ്ട്. ഇതിലെ 2 ഗാനങ്ങളിലാണ് ഈ വാക്ക് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ യേശുദാസ് സാറ് പാടിയ ഒരു ഗാനം, ഒരു മഞ്ഞുതുള്ളിയിൽ നീലവാനം, ഒരു കുഞ്ഞു പൂവിൽ ഒരു വസന്തം, ഒരു പുഞ്ചിരിയിൽ ഹൃദയത്തിനാഴത്തിൽ ഉണരുമാഹ്ലാദത്തിൻ ജലതരംഗം. പല്ലവി ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ സംഗീത സംവിധായകൻ്റെ പേര് പറയാൻ മറന്നുപോയി. സാമുവൽ ജോസഫ് എന്ന ശ്യാം സാറാണ് ഈ ചിത്രത്തിൻ്റെ പറയണ്ടല്ലോ. 80s മധുരമായ ഗാനങ്ങൾ, എന്താ പറയുക, ഒരു പ്രവാഹം പോലെ നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മ്യൂസിഷ്യനാണ് അദ്ദേഹം, ശ്യാം സാർ. അപ്പോൾ പല്ലവി ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ചരണത്തിലേക്ക് വരുമ്പോൾ, കവിളിണ ചാർത്തിയ കണ്ണുനീരോ, കരളിലെ കാവ്യത്തിൻ പൊൻലിപിയോ, ഇടനെഞ്ചിൽ മധുരമാം തുടിതാളം കേൾക്കവേ, ഇവിടെ നിൻ കൂട്ടിലേ മൈനപ്പാടിയോ, ഒരു കണ്ടോ, കരളിലെ തുടിതാളം കേൾക്കവേ ഇവിടെ നിൻ കൂട്ടിലെ മൈന പാടിയോ. കണ്ടോ, ഇവിടെ മൈനയെ കൊണ്ട് മൈന പാടിയോ എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങൾ അദ്ദേഹം നേരത്തെ പല ചിത്രങ്ങളും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗാനത്തിൽ ഇവിടെയാണ് അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ അക്ഷരങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു മഞ്ഞുതുള്ളിയിൽ എന്നുള്ള ഈ ഗാനത്തിലും അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ജാനകിയമ്മ പാടിയ ഒരു ഗാനമുണ്ട്. ഒരു നാടകത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തുന്ന ഗാനമായിട്ടാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ഫോക്കിഷ് നാടൻ ശൈലിയിലാണ്. കറുത്ത തോണിക്കാരാ കടത്തു തോണിക്കാരാ മാനമിരുണ്ടു മനസ്സിരുണ്ടു, മറുകരയാരു കണ്ടു, മറുകരയാരു കണ്ടു. പല്ലവി ഇങ്ങനെയാണ്, നല്ല ഭാവനയാണ്. ഇതിൻ്റെ അനുപല്ലവിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കൂടെ പിന്നെ ജാനകിയമ്മയുടെ കൂടെ ജയചന്ദ്ര സാറും അതിൻ്റെ കുറച്ച് ഭാഗം പാടിയിട്ടുണ്ട്. വിടർന്ന പൂവിത് കൊഴിയും മുൻപേ, ദിനാന്തമണയും മുൻപേ, ഇനിയൊരീരടി കൂടി പാടാൻ കൊതിപ്പൂ ഹൃദയദളം. ഒരു നാടോടി ശീലമാണെങ്കിൽ പോലും അതിനകത്തൊരു വിഷാദമുണ്ട്. നോക്കൂ, ഇനിയൊരു ഈരടി കൂടി പാടാൻ കൊതിപ്പൂ ഹൃദയദളം. കണ്ടോ, അവിടെ ഈ പാടാൻ എന്നുള്ള വാക്ക് അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്ത 2 ഗാനങ്ങളിലും, അക്ഷരങ്ങൾ എന്നുള്ള ചിത്രത്തിലെ ഈ 2 ഗാനങ്ങളിലും അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഗാനങ്ങളുടെ പട്ടികയിൽ വരുന്നില്ല പാടുക, പാട്ടെന്നുള്ള വാക്കില്ലെങ്കിലും ഈ അതിമനോഹരമായ ചിത്രത്തിൽ ആ 2 ഗാനങ്ങൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പറയാണ്. ശ്രീ ഉണ്ണിമേനൻ, ഉണ്ണിച്ചേട്ടൻ പാടിയ നല്ലൊരു ഗാനം ഇതിനകത്തുണ്ട്. തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ വീതിയിൽ മറയുന്നു, ഈറൻമുടിയിൽ നിന്നിറ്റു വീഴും നീർമണി തീർത്ഥമായി, കറുകപ്പൂവിനു തീർത്ഥമായി. അങ്ങനൊരു ഗാനം അദ്ദേഹത്തിന് വളരെ ബ്രേക്ക് കൊടുത്തൊരു ഗാനമാണ്. പിന്നെ
എന്താ പറയുക, ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതായിട്ടാണ്. മമ്മൂട്ടി സാർ സുഹാസിന് പോകുന്നവരുമായിട്ടുള്ള പാട്ട്. അലസദാ വിലസിതം, അങ്ങനെ നല്ലൊരു ജോലി പാട്ടുണ്ട്. ഇങ്ങനെ 4 ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്. ഇതിലെ 2 ഗാനങ്ങളിലാണ് നമ്മൾ പറഞ്ഞ വാക്ക് വരുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ എന്ന് പറയുന്ന അതിമനോഹരമായ ക്ലാസിക്കായിട്ടുള്ള ചിത്രത്തിലെ 2 പാട്ടുകളിലും ONV സാറ് തൻ്റെ ഈ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൽക്കാലം വിട പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി അക്ഷരങ്ങൾ എന്നുള്ള സിനിമ കാണുമ്പോഴത്തേക്ക്, കാണാത്തവർ കാണണം കേട്ടോ, ഗംഭീര സിനിമയാണ്. അപ്പോൾ അതിൽ ഈ ഗാനം വരുമ്പോൾ നിങ്ങൾ ഓർക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ മറ്റു ഗാനങ്ങളുടെ ശേഖരങ്ങൾ അന്വേഷിച്ചിട്ടുള്ള യാത്ര തുടരാം.